സോ സ്മോൾ പീക്കായി കാണപ്പെടുന്ന ഈ സാറ്റലൈറ്റ് DNA നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എന്തിൻ്റെ ബേസിൽ? സാറ്റലൈറ്റ് DNA കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഇത് രണ്ടായിട്ടാണ്. അത് 3 കാര്യത്തിൻ്റെ ബേസിലാണ് സാറ്റലൈറ്റ് DNA രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന്, സാറ്റലൈറ്റ് DNA കാണപ്പെടുന്ന ബേസ് കോമ്പോസിഷൻ, AT റിച്ച് ആണോ GC റിച്ച്, AT റിച്ച് അല്ലെങ്കിൽ GC റിച്ച്. ആ ബേസ് കോമ്പോസിഷൻ്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതുപോലെ ലെങ്ത് ഓഫ് സെഗ്മെൻറ്റ്, നമ്മൾ സാറ്റലൈറ്റ് DNA റിപ്പീറ്റേറ്റീവ് ആയിട്ട് റിപ്പീറ്റഡ് സ്മോൾ സ്ട്രെച്ച് ഓഫ് DNA റിപ്പീറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന അതിനെയാണ് നമ്മൾ റിപ്പീറ്റേറ്റീവ് DNA അല്ലെങ്കിൽ സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. സോ അതിൽ ലെങ്ത് ഓഫ് സെഗ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ നമ്പർ ഓഫ് റിപ്പീറ്റേറ്റീവ് യൂണിറ്റ്സ്, എത്ര റിപ്പീറ്റേറ്റീവ് യൂണിറ്റുകളുണ്ട്. സോ ഈ 3 ഇതിൻ്റെ ബേസിലാണ് സാറ്റലൈറ്റ് DNA മൈക്രോ സാറ്റലൈറ്റ് ആൻഡ് മിനി സാറ്റലൈറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ബേസ് കോമ്പോസിഷൻ, AT ഓർ GC റിച്ച്, അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എത്രയാണ്, അതുപോലെ എത്ര റിപ്പീറ്റേറ്റീവ് യൂണിറ്റുകളുണ്ട്. അതിൻ്റെ ബേസിൽ സാറ്റലൈറ്റ് DNA മൈക്രോ സാറ്റലൈറ്റ് ആൻഡ് മിനി സാറ്റലൈറ്റ് എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് 5 to 8 ബേസ് പെയർ ലോങ്, 5 മുതൽ 8 ബേസ് പെയർ വരെ ലോങ് ആയിട്ടുള്ളതാണ് മൈക്രോ സാറ്റലൈറ്റ്. ഇതിൻ്റെ ഒരുപാട് മില്യൺ കോപ്പീസ് ഓഫ് ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് DNA നമുക്ക് ഈ മൈക്രോ സാറ്റലൈറ്റിലായിട്ട് കാണാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ജങ്ക് DNA. സോ മില്യൺ കോപ്പീസ് ഓഫ് സ്മോൾ സ്ട്രെച്ചസ് ഓഫ് DNA ആണ് നമ്മൾ പറയുന്ന മൈക്രോ സാറ്റലൈറ്റ്. അത് എത്രയുണ്ടോ? 5 to 8 ബേസ് പെയർ ലോങ് ആണ് ജങ്ക് DNA. ഇനി ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അറൗണ്ട് സെൻട്രോമിയറിൻ്റെ ചുറ്റുമായിട്ട്, അല്ലെങ്കിൽ നിയർ എൻഡ് ഓഫ് ക്രോമസോമിൻ്റെ തൊട്ട് അടുത്തായിട്ട് എൻഡിലായിട്ടായിരിക്കും ഈ പറഞ്ഞ സാറ്റലൈറ്റ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് സാറ്റലൈറ്റ് DNA എന്ന് പറഞ്ഞാൽ ക്രോമസോമിൻ്റെ എൻഡിൽ നമ്മൾ ആ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്, ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് അടുത്ത ടൈപ്പ് സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത് മിനി സാറ്റലൈറ്റ്സ് ആണ്. മിനി സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് പെയർ 11 to 60 ബേസ് പെയർ ലോങ് ആണ് മിനി സാറ്റലൈറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്, അഥവാ VNTR. സോ ഈ പറഞ്ഞ മൈക്രോ സാറ്റലൈറ്റ് ആണെങ്കിലും നമ്മുടെ മിനി സാറ്റലൈറ്റ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ സ്മോൾ പീക്കുകളായിട്ട് കാണുന്ന റിപ്പീറ്റേറ്റീവ് ആയിട്ട് കാണുന്ന DNA സീക്വൻസുകളാണ്, ഷോർട്ട് സ്ട്രെച്ചസ്. അതിൽ നമ്മൾ ഈ പറഞ്ഞ AT, GC, ലെങ്ത് സെഗ്മെൻറ്റ്, നമ്പർ ഓഫ് റിപ്പീറ്റേറ്റീവ് യൂണിറ്റ്, അതിൻ്റെ ബേസിലാണ് മൈക്രോ ആൻഡ് മിനി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇനി ഈ 2 സാറ്റലൈറ്റ് DNAകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഡു നോട്ട് കോഡ് ഫോർ എനി പ്രോട്ടീൻസ്. രണ്ടും പെർട്ടിക്കുലറായിട്ട് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നവയല്ല. രണ്ടാമത്തത് ദേ ഫോം ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ ജീനോം. ഒരു ഹ്യൂമൻ ജീനോം എടുത്തു കഴിഞ്ഞാൽ ലാർജ് അല്ലെങ്കിൽ ബൾക്ക് ഫോം എന്തായിരിക്കും? ഈ സാറ്റലൈറ്റ് DNAകളായിരിക്കും. മൂന്നാമത് ദേ ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. ഇവരുടെ പ്രത്യേകത, ഇവർ ഹൈ ഡിഗ്രി ഓഫ് ജനറ്റിക് മോർ ദാൻ 1 ജനറ്റിക് വേരിയൻസ് കാണിക്കുന്നു. സോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം കാണിക്കുന്നു. ഈ പോളിമോർഫിസമാണ് ബേസിസ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ്. സോ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ജീനുകളിൽ കാണുന്ന അല്ലെങ്കിൽ ജനറ്റിക് ലെവലിൽ കാണുന്ന പോളിമോർഫിസം. ഈ മൈക്രോ ആൻഡ് മിനി സാറ്റലൈറ്റ് ഒക്കെ ഒരുപാട് പോളിമോർഫിസം വളരെ ഹൈ ഡിഗ്രിയിൽ കാണിക്കുന്നവയാണ്.